മരണം ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണ്. അത് എപ്പോൾ നമ്മളെ തേടിയെത്തുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരത്തിൽ ഏറെ സങ്കടപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമായ ഒരു മരണവാർത്തയാണ് ഇന്നലെ കോഴിക്കോട് നിന്നും പുറത്തു വന്നത്. വടകര ചോറോട് സ്വദേശി കാർത്തികയിൽ ബിജിൽ ശ്രീധരനാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത്. ഭാര്യയെ പേടിപ്പിക്കാനായി ചെയ്ത പ്രവൃത്തി മരണത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ബിജിലിന്റെ ഭാര്യ നിമ്മി തൃശൂരിലാണ് ജോലി ചെയ്യുന്നത്. കുറച്ചു ദിവസങ്ങളായി യുവാവ് ഭാര്യയുമായി ചെറിയ സൗന്ദര്യപ്പിണക്കത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ബിജിലും അമ്മയും മകളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഭാര്യ നിമ്മി വിളിച്ചറിയിച്ചത് പ്രകാരമാണ് ബിജിലിന്റെ അമ്മാവനും നാട്ടുകാരും ചേർന്ന് വീട്ടിലേക്ക് ഓടിയെത്തുന്നത്. എന്നാൽ അവിടെ എത്തിയ ഇവർ കാണുന്നത് കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങി നിൽക്കുന്ന ബിജിലിനെയാണ്. തുടർന്ന് ഇവർ കെട്ടറുത്ത് ഉടൻ തന്നെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ 5:40 ഇയാൾ ഭാര്യയെ വീഡിയോ കോളിൽ വിളിച്ചത്. ഇരുവരും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കത്തിന്റെ പേരിൽ താൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് വീഡിയോ കോളിലൂടെ പറയുകയും ചെയ്തു. ഈ സമയത്താണ് നിമ്മി അമ്മാവിനെ വിവരമറിയിച്ചത്. നിമ്മിയെ വിളിക്കുന്ന സമയത്ത് വീടിന്റെ മുകളിലെ നിലയിലുള്ള വർക്കേരിയയുടെ ഷീറ്റിട്ട ഇരുമ്പ് പൈപ്പിൽ പ്ലാസ്റ്റിക് കയർ കുരുക്കി കസേരയിൽ കയറി നിന്ന നിലയിലാണ് ബിജിലിനെ കണ്ടത്. കസേരയുടെ അടിവശത്ത് വെള്ളമുണ്ടായിരുന്നു. എന്നാൽ സംഭവത്തിൽ ബന്ധുക്കൾ പറയുന്നത് സൗന്ദര്യപ്പിണക്കത്തിലായ ഭാര്യയെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തപ്പോൾ കസേര വെള്ളത്തിൽ തെന്നിമാറി കഴുത്തിൽ കയർ കുരുങ്ങിയതാവാനാണ് സാധ്യത എന്നാണ്. ബിജിൽ ശ്രീധർ നല്ല ഭാരമുള്ള ഒരാളും കൂടിയാണ്. ഇന്നലെ വൈകുന്നേരത്ത് പോലും മകളെ കൂട്ടി ഇയാൾ തട്ടുകടയിൽ പോയി ഭക്ഷണം വാങ്ങി തിരിച്ചെത്തിയിരുന്നതായി നാട്ടുകാർ കണ്ടിരുന്നു. കൂടാതെ വൃക്കരോഗിയായ അമ്മ രാധികയെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വടകരയിൽ തന്റെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിരുന്നതും ബിജിൽ തന്നെയായിരുന്നു. സംഭവത്തിൽ വടകര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എരഞ്ഞോളി മീത്തൽ കാർത്തിക വീട്ടിൽ പരേതനായ ശ്രീധരന്റെയും രാധികയുടെയും മകനാണ് ബിജിൽ. രുദ്ര മകളാണ്. വടകര ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബിജിലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.